നമസ്കാരം. അധികാരം ശാശ്വതമാണെന്ന് കരുതി നിയമവ്യവസ്ഥയെയും ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കാലം കാത്തുവെക്കുന്ന ചില തിരിച്ചടികളുണ്ട്. മുൻ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിനെ സ്വയം താൽപര്യങ്ങൾക്കായി വിനിയോഗിച്ച തൃശൂർ പൂരം അലങ്കോലമാക്കൽ മുതൽ നവകേരള യാത്രയിലെ മർദ്ദനക്കേസ് അട്ടിമറി വരെ സകല ക്രിമിനൽ ബുദ്ധിക്കും പിന്നിൽ പ്രവർത്തിച്ച ADGP MR അജിത് കുമാറിന് പുതിയ UDF സർക്കാർ അടുത്ത പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ബെവ്കോ CMD ആസ്ഥാനത്ത് നിന്നും MR അജിത് കുമാറിനെ അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M ലിജു മുഖ്യമന്ത്രി VD സതീശന് നേരിട്ട് കത്ത് നൽകിയിരിക്കുകയാണ്. വകുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ അജിത് കുമാറിനെ മാറ്റി യോഗ്യനായ മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് മന്ത്രിയുടെ ആവശ്യം. പലതരത്തിലുള്ള ക്രിമിനൽ വിവാദങ്ങളെ തുടർന്ന് മുൻപ് പോലീസിൽ നിന്നും മാറ്റിയെങ്കിലും പിണറായി വിജയൻ അജിത് കുമാറിന് എക്സൈസ് കമ്മീഷണർ പദവിയും ബെവ്കോ ചെയർമാൻ സ്ഥാനവും ഒക്കെ നൽകി സംരക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഭരണം മാറിയതോടെ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്നും മാറ്റാൻ അകത്തുള്ളവർ തന്നെ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തു വന്നതോടെ ബെവ്കോ ആസ്ഥാനത്ത് നിന്നും കേൾക്കുന്നത് അതീവ ഗുരുതരമായ വിവരങ്ങളാണ്. പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുകയും കസേര തെറിക്കുമെന്ന് 100% ഉറപ്പാകുകയും ചെയ്തതോടെ കടുത്ത നിസ്സഹകരണവും മെല്ലപ്പോക്കുമാണ് അജിത് കുമാർ ഇപ്പോൾ തുടരുന്നത്. വല്ലപ്പോഴും മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ബെവ്കോ ഓഫീസിലേക്കൊക്കെ എത്താറുള്ളത്. എന്നാൽ തനിക്ക് പകരം മറ്റൊരു ഉദ്യോഗസ്ഥന് ചുമതല കൈമാറാൻ ഈ വ്യക്തി തയ്യാറാകുന്നുമില്ല എന്നാണ് ആരോപണം. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഓഫീസിലെത്തുന്ന അജിത് കുമാർ ദൈനംദിന ഫയലുകളിലോ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിലോ ഒപ്പിടാതെ കടുത്ത പ്രതിസന്ധിയാണ് ബെവ്കോയിൽ സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സ്വന്തം ബ്രാൻഡായ ജവാൻ ഡ്രമ്മിന്റെ ഉൽപാദനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് പ്ലാന്റ് മാനേജർ നൽകിയ കത്തിൽ പോലും ഈ CMRD യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. തന്നെ എങ്ങനെയെങ്കിലും മാറ്റട്ടെ, അതുവരെ ബെവ്കോയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാമെന്ന രീതിയിലാണ് അജിത് കുമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തെ അതേ ധാർഷ്ട്യത്തോടെ പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അജിത് കുമാറിന്റെ ഈ ഒരു നിസ്സംഗത വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഗൗരവത്തോടെ വിശകലനം ചെയ്യേണ്ടത് അജിത് കുമാറിന്റെ ഈ ഒരു പതനത്തിന്റെ പശ്ചാത്തലമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സകല നിയമങ്ങളും കാറ്റിൽ പറത്തി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വേണ്ടി ദാസ്യപ്പണി ചെയ്തപ്പോൾ അജിത് കുമാർ കരുതിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ തുടർന്നു പോകുമെന്നാണ്. ആ ഒരു അമിത ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം നവകേരള യാത്രയിലെ മർദ്ദന കേസിന്റെ ഡയറി വരെ പെൻഡ്രൈവിലാക്കി വരുത്തിച്ച് തിരുത്തി എഴുതിയത്. അജിത് കുമാർ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാവാം CPM അണികളെ കൊണ്ട് ഇടിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ഭരണം മാറിയതോടെ ഏറ്റവും വലിയ വെട്ടിലായത് അജിത് കുമാറാണ്. കാരണം അന്ന് കാട്ടിക്കൂട്ടിയ സകല അവിഹിത ഇടപാടുകളും ഇന്ന് UDF സർക്കാരിന്റെ അന്വേഷണ സംഘങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കുകയാണ്. പോലീസിലെ കസേര പോയപ്പോഴും എക്സൈസിലും ബെവ്കോയിലും ഇരുന്ന് കോടികളുടെ കച്ചവടം നിയന്ത്രിക്കാമെന്ന് കരുതിയ അജിത് കുമാറിന്റെ മോഹങ്ങൾക്കാണ് മന്ത്രി M ലിജു ഇപ്പോൾ ശക്തമായി തടയിട്ടിരിക്കുന്നത്. ഒരു ജനകീയ സർക്കാരിന്റെ സുതാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ ഒരു നിമിഷം പോലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന UDF മന്ത്രിയുടെ തീരുമാനം അഭിനന്ദനാർഹമാണ്. അധികാരത്തിന്റെ തണലിൽ ആയുഷ്കാലം മുഴുവൻ വാഴാമെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥർക്കുള്ള കനത്ത മുന്നറിയിപ്പാണിത്. അന്ന് പിണറായി വിജയൻ നൽകിയ സംരക്ഷണത്തിന്റെ ബലത്തിലാണ് അജിത് കുമാർ ബെവ്കോ MD സ്ഥാനത്ത് ഇരുന്നിരുന്നത്. എന്നാൽ ഇന്ന് എക്സൈസ് മന്ത്രി തന്നെ അദ്ദേഹത്തിനെതിരെ തിരിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പുകൾ പോലും നിശബ്ദമാണ്. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായി വിജയൻ ഒറ്റപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇനി അജിത് കുമാറിനെ പോലെ ഒരു വിവാദ നായകനെ സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് വരില്ല. കവടിയാറിലെ കൊട്ടാര സമാനമായ വീട് നിർമ്മാണവും നവകേരള കേസ് അട്ടിമറിയും ഇപ്പോൾ ബെവ്കോയിലെ നിസ്സഹകരണവും ചേരുമ്പോൾ അജിത് കുമാറിന് ഇനി സർവീസിൽ തുടരാൻ ഒരു യോഗ്യതയുമില്ല. മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് അജിത് കുമാറിനെ ബെവ്കോ CMD സ്ഥാനത്ത് നിന്നും പുറത്താക്കി മാതൃക കാണിക്കണം. നിയമം ലംഘിച്ചവർ ആരായാലും അവർക്ക് നിയമത്തിന് മുന്നിൽ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്ന കാലം ദൂരെയല്ല. നമുക്ക് കാത്തിരുന്ന് കാണാം ആ പതനം. ബെവ്കോ CMD സ്ഥാനത്ത് നിന്നും വിവാദ നായകൻ MR അജിത് കുമാറിനെ അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട എക്സൈസ് മന്ത്രി M ലിജുവിന്റെ നിലപാട് അതീവ സ്വാഗതാർഹമാണ്. ഭരണം മാറില്ലെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് അന്ന് പിണറായി വിജയന് വേണ്ടി കേസ് അട്ടിമറികളും ഗുണ്ടായുസവും കാണിച്ച അജിത് കുമാറിന് പുതിയ UDF സർക്കാരിൽ നിന്നും ഇനി ഒരു നിമിഷം പോലും തുടരാൻ യോഗ്യതയില്ല. കസേര തെറിക്കുമെന്ന് ഉറപ്പായതോടെ ഫയലുകളിൽ ഒപ്പിടാതെയും ഓഫീസിൽ കയറാതെയും ബെവ്കോയെ പ്രതിസന്ധിയിലാക്കുന്ന ഈ ഒരു ഉദ്യോഗസ്ഥന്റെ നിസ്സംഗത ഇനി വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തരമായി ഇടപെട്ട് ഈ വിവാദ ഉദ്യോഗസ്ഥനെ പുറത്താക്കണം. പഴയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സുഖലോലുപതയിൽ ജീവിച്ച ഇത്തരം ക്രിമിനൽ ഉദ്യോഗസ്ഥർക്കുള്ള ശിക്ഷ UDF സർക്കാർ തന്നെ ഉറപ്പാക്കുകയും ചെയ്യണം.